സാർ, പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനി എന്താ താമസം? എല്ലാം പൂർത്തിയായല്ലോ. ധാരാളം പേരുടെ ഇന്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അംബാസിഡർ ആകാൻ പോകുന്ന സെഷൻസ് ജഡ്ജ് അഗർവാളിന്റെ ജയിലിൽ പോയി വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തു. അറിയാം, അതെല്ലാം ഞാൻ വായിച്ചതാണല്ലോ. അതുകൊണ്ട് മാത്രം ഒരു പത്രം ഇറങ്ങോ? ഇറങ്ങോ? ഇല്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ പത്രങ്ങൾ ഇവിടെ ഉണ്ട്. പുതിയൊരു പത്രത്തിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല, ആവശ്യം നമുക്കാണ്. പണം തന്ന് അവർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം. മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം വെറും യൂഷ്വൽ. പ്രത്യേകതയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറൊരു ഗൈഡ് ലൈൻ തന്നാൽ. ഉദാഹരണത്തിന്, നമ്മുടെ പത്രത്തിൽ മാത്രം വരുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്, ഒരു ഫീച്ചർ നമ്മളത് തേടി കണ്ടുപിടിക്കണം. അങ്ങനെ ഒന്നുണ്ടായിട്ടേ ഈ പത്രം ഇറങ്ങൂ. അങ്ങനെ ഒന്നുണ്ടാവും, ഉണ്ടാവണം. നിങ്ങൾ ഈ പഴയ ട്രാക്ക് വിട്ട് പുതിയ എന്തെങ്കിലും തിരയണം. അതിന് പറ്റിയ ഒരു റിപ്പോർട്ടറെ ഞാൻ നിയമിച്ചിട്ടുണ്ട്, വിശ്വനാഥ്. അതാരാണ്? കക്ഷി തൽക്കാലം അജ്ഞാതനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നാം തരം നെറ്റ്വർക്കുള്ള വലിയ വലിയ പത്രങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്കായി മാത്രം വരാൻ പോകുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്. എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ക്ഷമിക്കണം സാർ, എനിക്ക് തോന്നുന്നത് ഒരു ഫൂളിഷ് ആണെന്നാണ്. വിഷമിക്കാതോ, സീസറിനുള്ളത് സീസറിന് തന്നെ, അത് വരും. അത് സാറിന് എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയും? കഴിയും. എന്റെ ജാതകത്തിൽ എങ്ങനെ ഉണ്ട്? സമയം വൈകി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഞാനും പോട്ടെ. ഗുഡ് നൈറ്റ്. സർ, മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അഗർവാൾ അല്ലേ? മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം, ഞാൻ പറയുന്നത് വരെ.